ഫേക്കാണെന്ന് കരുതിയ ആ മെസ്സേജ് ജീവിതം മാറ്റി. തമിഴിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. അനിഷ്മ അനിൽകുമാർ. തമിഴ് സിനിമാ ലോകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് അനിഷ്മ അനിൽകുമാർ. ഐ ആം കാതലൻ എന്ന സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അനിഷ്മ ബേസിൽ ജോസഫ് നായകനായ മരണമാസിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. എന്നാൽ 2025 പുറത്തിറങ്ങിയ സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത സിറേ എന്ന സിനിമയിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ചിത്രത്തിലെ കലയരസി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന കെൻ കരുണാസ് ചിത്രം യൂത്തിലും അനിഷ്മ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. ചെറിയ ബജറ്റിലെ ഈ റോംകോം ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി. വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ഇതെല്ലാം. ഐ ആം കാതലൻ സിനിമ ഇറങ്ങിയ സമയത്ത് എന്നെ 7 സ്ക്രീൻ സ്റ്റുഡിയോസിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു. വെട്രിമാരൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സുരേഷ് രാജകുമാരി സാർ. അദ്ദേഹമാണ് സിറയുടെ സംവിധായകൻ. തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത് വളരെ സന്തോഷമാണെന്നും കുഞ്ഞിലെ ഒരുപാട് തമിഴ് സിനിമകൾ കാണുമായിരുന്നുവെന്നും അനിഷ്മ അനിൽകുമാർ പറയുന്നു. അച്ഛൻ കമൽ ഹസന്റെ വലിയ ആരാധകനാണെന്നും ആദ്യത്തെ തമിഴ് ചിത്രം സിറൈ ചെയ്തപ്പോൾ തനിക്ക് അത്ഭുതമായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു.